രാജ്യത്തെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നേരിട്ട് മനസ്സിലാക്കുന്നതിനുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പര്യടനം തുടരുകയാണ്. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള സംഘം മഹാരാഷ്ട്രയിലെ വിവിധ സ്കൂളുകൾ ഇന്ന് സന്ദർശിക്കും. അതേസമയം ലാത്തൂരിലെ സർക്കാർ സ്കൂൾ സന്ദർശനത്തിനിടെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ദീപ്കയ്ക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. രാജസ്ഥാനിൽ വൈദ്യുതി തടസ്സത്തെ തുടർന്ന് പരീക്ഷ മുടങ്ങിയ 49 ആയുഷ് PG ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ 1 പുനഃപരീക്ഷ നടത്താനും NDA തീരുമാനിച്ചിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് കേസും കാര്യങ്ങളുമായൊക്കെ പോകുന്നു, അഭിജിത് ദീപ്കയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു. അതേസമയം തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് CJP മുന്നോട്ട് പോവുകയാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം സ്കൂൾ ടീക്കരോ എന്ന ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു. ഏകദേശം ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഇപ്പോൾ 2 ആഴ്ചയോളം പിന്നിടുമ്പോഴേക്ക് കൂടുതൽ കേസുകൾ വരുന്നു എന്നതാണ് ഒരു വശത്തുള്ളത്. അഭിജിത് ദീപ്കയ്ക്കെതിരെ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലാണ് കേസെടുത്തത്. ഭീഷണിപ്പെടുത്തിയെന്നും പഠന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും അനുമതിയില്ലാതെ സ്കൂളിൽ അതിക്രമിച്ചു കയറി എന്നുമുള്ള പരാതി, അധ്യാപികയുടെ പരാതിയിലാണ് മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഈ പരിശോധനകളിൽ നിന്നും ക്യാമ്പയിനിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അഭിജിത് ദീപ്കയും അശുതോഷ് റാങ്കെ അടക്കമുള്ള CJP നേതാക്കളും. രാജസ്ഥാനിൽ വൈദ്യുതി തടസ്സത്തെ തുടർന്ന് പരീക്ഷ മുടങ്ങിയ 49 ആയുഷ് PG ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ 1 പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനം മറ്റൊരു ഭാഗത്തായി വരുന്നുമുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുക എന്നുള്ളതാണ് CJP തന്നെ മുന്നിൽ വെച്ചിരുന്നത്. അതിൽ പ്രധാനമായി ഇപ്പോൾ സ്കൂൾ ടീക്കരോ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. അതിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നു. എന്നാലും പിന്നോട്ടില്ല എന്ന നിലപാട് അഭിജിത് ദീപ്കെ പ്രഖ്യാപിക്കുന്നു. അതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം ആയുഷ് PG ഉദ്യോഗാർത്ഥികളുടെ പുനഃപരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈദ്യുതി തടസ്സത്തിലൊന്നാണ് പരീക്ഷ 49 വിദ്യാർത്ഥികളുടേത് മുടങ്ങിയത് എന്ന വാർത്ത വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഏതായാലും CJP സമരവുമായി മുന്നോട്ടാണ്. ശരി, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.